നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠമാണ് കെത്തളു. കെത്തളു അഥവാ ഏട്ടക്കൂരി. ഇതൊരു ഗോത്ര കവിതയാണ്. സുകുമാരൻ ചാലിഗദ്ദ എഴുതിയ ഗോത്ര കവിതയാണ് കെത്തളു അഥവാ ഏട്ടക്കൂരി. സുകുമാരൻ ചാലിഗദ്ദയുടെ കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന കവിത ഗോത്രജനതയ്ക്കുമേൽ നടക്കുന്ന കടന്നുകയറ്റത്തിനെതിരെയുള്ള പ്രതികരണമാണ്. വയനാട് ജില്ലയിലെ അടിയ വിഭാഗത്തിൻ്റെ ഭാഷയിൽ, റാവുള ഭാഷയിൽ എഴുതപ്പെട്ട ഈ കവിത അധിനിവേശങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ്. ഗോത്രജനതയുടെ ജീവിതവും സംസ്കാരവും ഉൾച്ചേർന്നതാണ് ഗോത്ര സാഹിത്യം. കേരളത്തിലെ ഗോത്രവിഭാഗങ്ങൾക്ക് തനതായ വാമൊഴി ഭാഷയുണ്ട്. അപ്പോൾ അവരുടെ കവിതകളിൽ തദ്ദേശീയ ജനതയുടെ ജീവിതവും സ്വപ്നങ്ങളും വിമോചന സങ്കല്പങ്ങളുമെല്ലാമുണ്ട്. വയനാട് ജില്ലയിലെ അടിയ വിഭാഗത്തിൻ്റെ ഭാഷയിൽ, റാവുള ഭാഷയിൽ എഴുതപ്പെട്ട കവിതയാണ് കെത്തളു അഥവാ ഏട്ടക്കൂരി. സുകുമാരൻ ചാലിഗദ്ദ എഴുതിയ ഈ കവിത ഏറെ ശ്രദ്ധേയമാണ്. തീർച്ചയായും അധിനിവേശങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഈ കവിത. കാടിൻ്റെ വിശാലതയിൽ അഭിരമിക്കുന്ന ജീവജാലങ്ങളുടെ ജീവിതത്തിൻ്റെ സുന്ദരമായ കാഴ്ചകളോടൊപ്പം അവർ ജീവിതത്തിൽ നേരിടുന്ന അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിതവും വരച്ചിടുന്നതോടൊപ്പം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ നേരിടുന്ന പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അതിജീവനത്തിനായുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ്, ചെറുത്തുനിൽപ്പ് എങ്ങനെയാണ്, നിലനിൽപ്പ് എങ്ങനെയാണ്, സ്വാഭാവികമായും എന്തൊക്കെയാണ് അവരുടെ ജീവിത സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾക്കുമേൽ നടക്കുന്ന കടന്നുകയറ്റവും എന്ന് ഈ കവിത തുറന്നു കാട്ടുന്നുണ്ട്. നമുക്ക് കവിത പരിചയപ്പെടാം. കെത്തളു അഥവാ ഏട്ടക്കൂരി. ബേത്തിമാരൻ എന്ന സുകുമാരൻ ചാലിഗദ്ദ മലയാളത്തിലും ഗോത്രഭാഷയിലും കവിതകൾ എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ഏറെ ശ്രദ്ധേയമായ കവിതയാണ് ഏട്ടക്കൂരി അഥവാ കെത്തളു. കെത്തളു എന്ന ആ കവിതയുടെ മലയാള പരിഭാഷയാണ് നമുക്ക് ഏട്ടക്കൂരി എന്ന പേരിൽ പഠിക്കുവാനായി പാഠഭാഗത്ത് നൽകിയിരിക്കുക. കേരളത്തിലെ ഗോത്രകവികളിൽ ശ്രദ്ധേയനാണ് സുകുമാരൻ ചാലിഗദ്ദ. റാവുള ഭാഷയിലും മലയാളത്തിലും എഴുതുന്നു. വയനാട്ടിലെ കുറുവ ദ്വീപിന് സമീപം കബനി നദിയോട് ചേർന്നു കിടക്കുന്ന ചാലിഗദ്ദയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കല്യാണച്ചോറ്, മീനുകളുടെ പ്രസവമുറി, അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു, മഴഭാഷ, കൂരി, ഏട്ടക്കൂരി തുടങ്ങി ശ്രദ്ധേയങ്ങളായ നിരവധി കവിതകൾ സുകുമാരൻ ചാലിഗദ്ദ എഴുതിയിട്ടുണ്ട്. തെരുവ് നാടകങ്ങൾ, നാടകം, ഡോക്യുമെൻ്ററികൾ, ഹ്രസ്വചിത്രങ്ങൾ, സിനിമ എന്നിവയും റേഡിയോ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു കാട്ടാന പെറ്റു, പെറ്റു വീണ കുഞ്ഞ് കറുത്തത്. ഇന്നലെ ഒരു കാട്ടാന പെറ്റു, പെറ്റു വീണ കുഞ്ഞ് കറുത്തത്. അപ്പോൾ കാട്ടാന പ്രസവിച്ചു അല്ലേ? പെറ്റു വീണ കുഞ്ഞ് കറുത്തത്. ഇവിടെ നിറവുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പം നമുക്കെടുക്കാം. ഒപ്പം എന്താണ്? കാട്, കാട്ടാന, കാടിൻ്റെ മക്കൾ. ഇവിടെ ഗോത്ര കവിതയാണ് ഏട്ടക്കൂരി എന്ന് നമുക്കറിയാം. അപ്പോൾ കാടുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളും ഒപ്പം അവരുടെ ജീവിത സ്വപ്നങ്ങളും അവരുടെ ജീവിത സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിഹ്നങ്ങൾ നമുക്ക് ഈ കവിതയിൽ കണ്ടെത്തുവാനായിട്ട് പറ്റും. ഇന്നലെ ഒരു കാട്ടാന പെറ്റു. കാട്ടാന എന്നുള്ള പദം നമുക്ക് സുപരിചിതമാണ് അല്ലേ? കാടും കാട്ടാനകളും കാട്ടാന ശല്യവും കാട്ടാനക്കലിയും അങ്ങനെ എന്താണ് കാട്ടാനക്കലിയിൽ ജീവൻ പൊലിയുന്നതുമൊക്കെ എന്താണ് നമുക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിത്യവാർത്തയാണ് അല്ലേ? പടയപ്പയും ചക്കക്കൊമ്പനും അരിക്കൊമ്പനും ഇങ്ങനെ നിരവധി ആനകൾ തന്നെ നമുക്കുണ്ട്. നമ്മൾ പേരിട്ട് വിളിക്കുന്ന കാട്ടാനകൾ. അവ എങ്ങനെയാണ് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ശല്യമായി തീരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവനും സ്വത്തും വിളകളും എല്ലാം നശിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെ എന്താണ് കവി പറയുക? ഇന്നലെ ഒരു കാട്ടാന പെറ്റു, പെറ്റു വീണ കുഞ്ഞ് കറുത്തത്. അപ്പോൾ ഇവിടെ നിറവുമായി ബന്ധപ്പെട്ട എന്താണ് ആധുനിക മനുഷ്യൻ്റെ അല്ലെങ്കിൽ നാഗരിക മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കുന്നതും നല്ലതായിരിക്കാം. പലപ്പോഴും എന്താണ് കറുപ്പ് ഒരു മാറ്റി നിർത്തപ്പെട്ട നിറമായി നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. നമ്മുടെ സൗന്ദര്യ സങ്കല്പവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മളെന്താണ് കറുപ്പിന് ഏഴഴകാണ് എന്ന് പറയുമ്പോഴും കറുപ്പ് എന്താണ്
സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി നമ്മൾ പലപ്പോഴും പരിഗണിക്കാറില്ല. അപ്പോൾ ഒരുപാട് വിവാദങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ കേവലം നിറത്തിൻ്റെ പേരിലുള്ള വേർതിരിവുകൾ, അല്ലെങ്കിൽ വർണ്ണവിവേചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചരിത്രപരമായ പ്രസക്തി തീർച്ചയായും അതിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കാടിൻ്റെ മക്കളും ഗോത്രജന വിഭാഗവും അവരുടെ നിറവും ഒക്കെയായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കിതിനെ വിശദമായി അല്ലെങ്കിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ കാട്ടാന, കാടിൻ്റെ നിറം, കാട്ടാനക്കുഞ്ഞ്, പെറ്റുവീണ കുഞ്ഞ് കറുത്തത് എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല. തീർച്ചയായും കാടിൻ്റെ മക്കൾ, അവരുടെ ജീവിതം, അവയുടെ നിറം തുടങ്ങിയവയുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് പറ്റും. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ. നീർക്കാക്ക വെള്ളത്തിൽ മുങ്ങി മീൻ പിടിക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. തീർച്ചയായും കായലും ഒപ്പം കായലോര പ്രദേശങ്ങളും അല്ലെങ്കിൽ വയലും പുഴയും പാടങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നീർക്കാക്കകളെ നിങ്ങൾ തീർച്ചയായും കണ്ടിട്ടുണ്ടാവാം. നീർക്കാക്ക വെള്ളത്തിൽ മുങ്ങി മീൻ പിടിക്കുന്ന കാഴ്ച ചതുപ്പ് നിലങ്ങളിലും ഒപ്പം കായൽ തീര പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ നീർക്കാക്കയെ കാണാറുണ്ട്. പാടശേഖരങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നീർക്കാക്കയെ കാണാം. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. അപ്പോൾ മീനുകളുടെ വാസസ്ഥലമാണ് തീർച്ചയായും ആ കുഴി, അല്ലേ? വെള്ളം നിറഞ്ഞ ആ കുഴി. പക്ഷേ അവിടെ നീർക്കാക്ക മുങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും തങ്ങൾക്ക് ആ നീർക്കാക്ക അപകടമാണ് വരുത്തുന്നത് എങ്കിലും തങ്ങളുടെ ജീവന് തീർച്ചയായും ഒരു സുരക്ഷിതത്വവും ഇല്ല എങ്കിലും അവയെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് എങ്ങും പോകാനില്ല. അതുകൊണ്ട് എന്തു ചെയ്യുന്നു? ആ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ അവർ വീട്ടുതിണ്ണ കെട്ടുകയാണ്. വീട്ടുതിണ്ണ കെട്ടുക പ്രതിരോധം തീർക്കൽ തന്നെയാണ്. വീട്ടുതിണ്ണ പോലെ തീർച്ചയായും അവയെ നിരന്ന് തീർച്ചയായും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധം തീർക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അതിജീവനത്തിനായുള്ള ശ്രമമാണ്, നിലനിൽപ്പിനായുള്ള പരിശ്രമം തന്നെയാണ് നമുക്കവിടെ കാണുക. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഗോത്ര ജനതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിത പ്രതീക്ഷകളെയും ജീവിത സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവനത്തെയും ഒക്കെ നമുക്ക് അതുമായി ചേർത്ത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുവാനായിട്ട് പറ്റും. വീട്ടുതിണ്ണ കെട്ടുക ഒരു തരത്തിലുള്ള പ്രതിരോധം തീർക്കലാണ്, അല്ലേ? ഒറ്റയ്ക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവ നിലനിൽക്കുന്ന പ്രതിസന്ധിയെ പ്രതിരോധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നു. മരവാഴപ്പൂക്കൾ കാട്ടോർക്കിഡുകളാണ്. മരത്തിൻ്റെ തടിയിലാണ് ഇത്തരത്തിലുള്ള കാട്ട് ഓർക്കിഡുകളൊക്കെ കാണപ്പെടുക. അപ്പോൾ മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നു എന്നാണ് കവി പറയുക. തുടർന്ന് പറയുക? മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം. അപ്പോൾ മുങ്ങാങ്കുഴി ഇടുക അടിയിലേക്ക് വെള്ളത്തിനടിയിലൂടെ നീന്തുകയാണ് മുങ്ങാങ്കുഴി ഇടുക, അല്ലേ? വെള്ളത്തിന് പുറമേ നമ്മൾ കൈയും കാലും അടിച്ച് നീന്തി പോകാറുണ്ട്. അതോടൊപ്പം വെള്ളത്തിനടിയിലേക്ക് നമ്മൾ ഊളിയിട്ട് മുങ്ങാങ്കുഴിയിട്ട് നീന്താറുണ്ട്. വെള്ളത്തിനടിയിലൂടെ തന്നെ മുങ്ങി കുറേ ദൂരം നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ വെള്ളത്തിൽ ആഴത്തിലൂടെ അടിയിലൂടെ നീന്തി പോവുകയാണ് മുങ്ങാങ്കുഴി ഇടുക എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ പറയുക? മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം. അപ്പോൾ കല്ലുന്തി മീൻ, കല്ലേമുട്ടി മീൻ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അവ വെള്ളത്തിനടിയിൽ അടിയിലുള്ള കല്ലിൽ മുട്ടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അതിന് കല്ലുന്തി മീൻ അല്ലെങ്കിൽ കല്ലേമുട്ടി മീൻ എന്ന് പറയുക. മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം. അപ്പോൾ മരത്തിലെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നുവെന്നും മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണമെന്നും കവി പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും കാടിൻ്റെ മക്കളുടെ അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട്. തീർച്ചയായും അവർക്ക് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരുടെ മോഹങ്ങളും കല്ലുന്തി മീനിന് മൂക്കുത്തിയാണ് ആഗ്രഹം, അല്ലേ? മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നു. അപ്പോൾ ഇവിടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. മരത്തിന്മേലെ
എന്നാണ് മരവാഴപ്പൂക്കളെ പറഞ്ഞിരിക്കുക. ഒപ്പം മുങ്ങാങ്കുഴിയിടുന്ന കല്ലുന്തി മീനിന്. അപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് അകന്നാണ് തീർച്ചയായും ഗോത്ര ജനവിഭാഗം താമസിക്കുക. അവർക്ക് അവരുടേതായൊരു സംസ്കാരമുണ്ട്, അവരുടേതായൊരു ജീവിത രീതിയുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ കാഴ്ചപ്പാടിൽ പരിഷ്കൃത മനുഷ്യനെ സംബന്ധിച്ച്, നാഗരിക മനുഷ്യനെ സംബന്ധിച്ച് തീർച്ചയായും ഗോത്ര ജനവിഭാഗങ്ങളുടെ ജീവിത രീതി അത്ര കണ്ട് സുഖകരമായി തോന്നുന്നില്ല എങ്കിലും എന്താണ് അവർ അപരിഷ്കൃതരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ എന്താണ് അവർക്കും അവരുടേതായ ഒരു സംസ്കാരമുണ്ട്, ജീവിത രീതിയുണ്ട്, അവർക്കും മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട് എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. തുടർന്ന് എന്താണ് പറയുക? കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു. കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു. കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസി. അപ്പോൾ ഉരസി ഉരസി എന്ന ആവർത്തനം എന്താണ് തീർച്ചയായും ആവർത്തനത്തിൻ്റെ എന്താണ് ഒരു സൂചന തന്നെയാണ് അല്ലേ? കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു. നരസിപ്പുഴയാണ് അല്ലേ? നരസിക്കു നര വീണു. കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസി. തീർച്ചയായും കാലങ്ങളായ പുഴ ഒഴുകുകയാണ് അല്ലേ? കല്ലുകളിലും വേരുകളിലും തട്ടിത്തടഞ്ഞ് ഒഴുകുന്ന ആ പുഴ, അവ എന്താണ്? കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസിയാണ് നരസിക്കു നര വീണത്. ഇപ്പോൾ കാലങ്ങളായി അങ്ങനെ ശക്തമായി അവ ഒഴുകുകയാണ്. പക്ഷേ ഇപ്പോൾ എന്താണ്? മരണത്തിൻ്റെ വക്കിലാണ് എന്ന സൂചന വരുന്നുണ്ട്. നര വീണു. നര വാർദ്ധക്യത്തിൻ്റെ അടയാളമാണ്. നര വാർദ്ധക്യത്തിൻ്റെ അടയാളമാണ്. കാലങ്ങളായ പുഴ അങ്ങനെ ഒഴുകുന്നുണ്ട്, ശക്തമായി ഒഴുകുന്നുണ്ട്. കല്ലുകളിൽ തട്ടിത്തടഞ്ഞ് പതഞ്ഞൊഴുകുന്ന ആ പുഴ നര എന്താണ്? പതഞ്ഞൊഴുകുന്ന ആ പുഴയുടെ ഒരു ചിത്രം നമുക്ക് നൽകുന്നതോടൊപ്പം തന്നെ നര എന്ന പദം വാർദ്ധക്യത്തിൻ്റെ അടയാളമായി കണ്ടുകൊണ്ട് തീർച്ചയായും എന്താണ്? മരണത്തെ നേരിടുന്ന, മരണത്തിൻ്റെ വക്കിലുള്ള നരസിപ്പുഴയെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. തീർച്ചയായും പുഴകൾ മരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? പലതരത്തിൽ തീർച്ചയായും നമ്മുടെ പുഴകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന പല പുഴകളുമുണ്ടല്ലേ? ഭാരതപ്പുഴ തീർച്ചയായും എന്താണ്? നമ്മുടെ മലയാളിയുടെ ജീവിതവുമായി ചേർന്നു നിൽക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന തീർച്ചയായും പെരിയാറും ഭാരതപ്പുഴയും ഒക്കെ നമുക്കറിയാം. പക്ഷേ അവയൊക്കെ എന്താണ്? ഇന്ന് നേരിടുന്ന ഭീഷണി, അവയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളും ചിത്രങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു. അവിടെ എന്താണ്? ആ പുഴ കാലങ്ങളായി അങ്ങനെ ശക്തമായി ഒഴുകുന്നുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് മരണത്തിൻ്റെ വക്കിലാണ്. വാർദ്ധക്യത്തിൻ്റെ അടയാളമാണ് നര അല്ലേ? ആ നിറം തീർച്ചയായും എന്താണ്? തീർച്ചയായും മുടി നരയ്ക്കുക, അല്ലെങ്കിൽ ശരീരം ചുക്കിച്ചുളിയുക തുടങ്ങിയവയെല്ലാം വാർദ്ധക്യത്തിൻ്റെ അടയാളം തന്നെയാണ്. ഇവിടെ നര വീണു എന്ന് പറയുമ്പോൾ വാർദ്ധക്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ വാർദ്ധക്യം തുടർന്ന് എന്താണ്? മരണത്തിലേക്കാണ് പോവുക അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? നരസിക്കു നര വീണു എന്ന പ്രയോഗം ആധുനികതയുടെ, പരിഷ്കാരത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗതിയുടെ പേരിൽ പരിഷ്കൃത മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പലതും തീർച്ചയായും പുഴകളെയും നമ്മുടെ പ്രകൃതിയെയും ഒരുപാട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത്തരത്തിൽ എന്താണ്? പരിഷ്കൃത മനുഷ്യൻ്റെ, നാഗരിക മനുഷ്യൻ്റെ കയ്യേറ്റ ഫലമായി പ്രകൃതിക്ക്, കാട്ടാറുകൾക്ക് സംഭവിക്കുന്ന നാശവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. അപ്പോൾ അവിടെ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു യഥാർത്ഥത്തിൽ ഒരു രക്ഷപ്പെടല അല്ലേ? അപ്പോൾ പൊൻകുഴിപ്പുഴ എന്ത് ചെയ്തു? കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. അപ്പോൾ നരസിയുടെ എന്താണ് അവസ്ഥ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ എന്താണ് തനിക്കും ആ ഗതി വരുമെന്ന് വിചാരിച്ചിട്ടാവാം. തീർച്ചയായും എന്താണ്? കാടാണ് സുരക്ഷിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നു കരുതിക്കൊണ്ട് പൊന്നു ചുമന്നുകൊണ്ട് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. തുടർന്ന് എന്താണ് പറയുക? ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാറ്റുന്ന കാറ്റും. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റും ചുറ്റും നിനച്ചുറങ്ങിയ കാട്ടുമുയലിന് വല വെറും പുല്ലും.
ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റ്. അപ്പോൾ കൈത പൂത്തു എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? തീർച്ചയായും സുഗന്ധം കൊണ്ടുകൂടിയ. അപ്പോൾ ഇവിടെ ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവ്, നിറഞ്ഞ പച്ചപ്പിനിടയിൽ കൈത പൂക്കുമ്പോൾ ആ പൂക്കൾ എന്താണ്? ആ പച്ചപ്പിനിടയിൽ തെളിഞ്ഞു കാണുവാനായിട്ട് പറ്റും. അപ്പോൾ അത് എന്താണ്? കൈതപ്പൂവിൻ്റെ ഒളിഞ്ഞു നോട്ടമായി കവി പറയുകയാണ്. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാറ്റുന്ന കാറ്റും. അപ്പം കാറ്റ് തീർച്ചയായും കൈതപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ സുഗന്ധം കൊണ്ട്, കാറ്റിൽ എന്താണ്? കൈതപ്പൂവിൻ്റെ സുഗന്ധം നമുക്ക് അനുഭവിക്കുവാനായിട്ട് പറ്റും. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റ്. അപ്പോൾ കൈതപ്പൂവിലേക്ക് നമ്മെ എത്തിക്കുന്നത് എന്താണ്? കാറ്റിൽ കടന്നു വരുന്ന സുഗന്ധമാണ്. ആ കാറ്റ് കൊണ്ടുവന്ന കൈതപ്പൂവിൻ്റെ സുഗന്ധം തീർച്ചയായും കൈത പൂത്തു എന്ന യാഥാർത്ഥ്യം നമ്മെ അറിയിക്കുന്നുണ്ട്. കാടിന് നടുവിൽ വിടർന്നു നിൽക്കുന്ന കൈതപ്പൂവ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കേണ്ടതാണ്. പക്ഷേ എന്താണ്? അവ പതിയെ കണ്ണു ചിമ്മി വിടർന്നപ്പോൾ തീർച്ചയായും അതിൻ്റെ മനോഹാരിത, ഒപ്പം എന്താണ്? കാറ്റിലെത്തുന്ന അതിൻ്റെ സുഗന്ധം, അതെല്ലാം എന്താണ്? അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുറ്റും നിനച്ചുറങ്ങിയ കാട്ടുമുയലിന് വല വെറും പുല്ലും. ചുറ്റും നിനച്ചുറങ്ങിയ കാട്ടുമുയൽ. അപ്പോൾ കാട്ടുമുയലിന് എന്താണ്? തന്നെ പ്രതിസന്ധിയിലാക്കുന്ന, അല്ല എങ്കിൽ തന്നെ വലയിൽ കുരുക്കിയാലും വല വെറും പുല്ലാണ്, നിസാരമാണ് അല്ലേ? അതിനെന്താണ്? വളരെ നിസാരമായി അത് കടിച്ചു മുറിച്ച് രക്ഷപ്പെടുവാനായിട്ട് പറ്റും. അപ്പോൾ അതിജീവനം, പ്രതിരോധം, രക്ഷപ്പെടൽ അല്ലേ? അപ്പോൾ പലപ്പോഴും എന്താണ്? രക്ഷപ്പെടുവാനുള്ള മാർഗം, ഒപ്പം എന്താണ്? അപകട സാധ്യത, അതെല്ലാം എന്താണ്? പലപ്പോഴും തിരിച്ചറിയുവാനായിട്ട് പറ്റും. ചുറ്റും നിനച്ചുറങ്ങിയ, ഇതൊക്കെയാകാം സംഭവിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപകട സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് കാട്ടുമുയലിനറിയാം. അതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് അത് ഉറങ്ങിയത് അല്ലേ? അതിനെന്താണ്? അതിനെ പെടുത്തുന്ന കെണി, ആ വല തീർച്ചയായും അതിന് വളരെ നിസാരമാണ്. ചുറ്റും നിനച്ചുറങ്ങിയ കാട്ടുമുയലിന് വല വെറും പുല്ലും. തുടർന്ന് എന്താണ് പറയുക? പുഴ വെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള വാളമീൻ, അല്ലെങ്കിൽ ഏട്ടക്കൂരി, അല്ല എങ്കിൽ വരാല്, മുഷി തുടങ്ങിയ മീനുകളൊക്കെ അല്ലേ, നമ്മളെന്താണ്? തോട്ടിൽ നിന്നൊക്കെ പിടിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള തോട്ടുമീനുകളും ആറ്റുമീനുകളും ഒക്കെ എന്താണ്? ഏറെ സമയം വെള്ളത്തിന് കരയിലും ജീവിക്കുന്നതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവയെന്താണ്? പുഴ വെട്ടി നീന്തുന്നുണ്ട്. പുഴയുടെ ഒഴുക്കിനെതിരെ നീന്തുകയാണ്. പുഴ വെട്ടി നീന്തുന്ന വാളമീൻ എന്താണ്? പുഴയുടെ ഒഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് എന്താണ്? ആ ഒഴുക്കിന് വിപരീതമായി നീന്തുകയാണ്. പുഴ വെട്ടി നീന്തുന്ന വാളയ്ക്കും കര വെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിക്കും. അപ്പോൾ എന്താണ്? കരയിലേക്ക് എന്താണ്? ചാടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ഏട്ടക്കൂരി. ഇപ്പോൾ ശുദ്ധജല മത്സ്യങ്ങളാണ്, അവയുടെ അതിജീവന ശ്രമമാണ്, അതിജീവന ശേഷിയാണ് ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ അവ എന്താണ്? കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിയും പുഴവെട്ടി നീന്തുന്ന വാളയും അവയ്ക്ക് എന്തൊരു ചന്തമാണ് എന്ന് കവി പറയുകയാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ കാഴ്ചയിൽ മാത്രമല്ല, ഒപ്പം എന്താണ്? അവയുടെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളും തീർച്ചയായും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിൻ്റെ എന്താണ്? ആ ഒരു രക്ഷപ്പെടൽ, അതിജീവന ശേഷി, അല്ലെങ്കിൽ അവയുടെ ഈ പ്രകൃതം, അത് തീർച്ചയായും സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് കുത്തി വീണ കല്ലുകളെല്ലാം ചോര കക്കുന്നു. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്. അപ്പം നമ്മളെന്താണ്? തീർച്ചയായും മലകൾക്ക് കണ്ണുവച്ചിട്ടുണ്ട്, നോട്ടമിട്ടിട്ടുണ്ട് അല്ലേ? അവിടെ എന്താണ്? ഉയർന്നു നിൽക്കുന്ന ആ മല, തലയെടുപ്പോടെ ഗാംഭീര്യത്തോടെ ഉയർന്നു നിൽക്കുന്ന ആ മലകൾ നമ്മുടെ എന്താണ്? പരിഷ്കൃത മനുഷ്യൻ്റെ, നാഗരിക മനുഷ്യൻ്റെ കണ്ണുകൾ പതിഞ്ഞവയാണ്. അവ എങ്ങനെ ചൂഷണം ചെയ്യാം? മണ്ണെടുത്തും ഒപ്പം കല്ല് പൊട്ടിച്ചുമെല്ലാം നമ്മൾ മലകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ മലകളുടെ നാശം തീർച്ചയായും എന്താണ്? ഇവിടെ സൂചനയുണ്ട്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്. കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. ചോര കക്കുക എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുക എന്നാണ് അല്ലേ? വെളുത്ത ചോര,
ചോരയുടെ നിറം ചുവപ്പാണ്, പക്ഷേ ഇവിടെ എന്താണ്? മലകൾ കക്കുന്ന ചോരയുടെ നിറം വെളുപ്പാണ്. അപ്പോൾ കല്ല് പൊട്ടിച്ചെടുക്കുമ്പോൾ, പാറക്കല്ലുകൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ, വെളുത്ത പടലങ്ങൾ. അപ്പോൾ അങ്ങനെ എന്താണ്? മലകളെ ഇല്ലാതാക്കുന്ന, പാറ പൊട്ടിച്ച് മല തുരന്ന് പാറ പൊട്ടിച്ച് മനുഷ്യനെന്താണ് ഇന്ന് ഉപയോഗിക്കുകയാണ്. കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ വമ്പൻ സൗധങ്ങൾക്കെല്ലാം പ്രകൃതിയെ ചൂഷണം ചെയ്തേ മതിയാകൂ. അപ്പം നമ്മളെന്താണ്? മലകളിടിച്ചും മണ്ണിടിച്ചും മലയിടിച്ചും എല്ലാം എന്താണ് നമ്മൾ സൗധങ്ങളും കെട്ടിടങ്ങളും എല്ലാം കെട്ടിപ്പൊക്കുകയാണ്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്, കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. അപ്പോൾ പുഴകൾ പോലെ തന്നെ മലകളും നാശത്തിൻ്റെ വക്കിൽ തന്നെയാണ്. അത്തരത്തിൽ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്ന, വ്യാവസായിക കണ്ണുകളോടെ പ്രകൃതിയെ നോക്കുന്ന മനുഷ്യൻ്റെ കാഴ്ചയെ അല്ല എങ്കിൽ അവൻ്റെ നോട്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. തുടർന്നെന്താണ് പറയുക? ഞാൻ ഓടിച്ചാടിക്കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഓടിച്ചാടിക്കടന്ന കല്ലുകളെല്ലാം പ്രകൃതിയുമായി ഇടപഴകി ഓടിച്ചാടി നടന്ന അല്ലേ, ആ കല്ലുകൾ ഇന്ന് അങ്ങാടി കാണുന്നു എന്നാണ് കവി പറയുക. തീർച്ചയായും അങ്ങാടി നാഗരികതയുടെ ഒരു പ്രതീകം തന്നെയാണ് അല്ലേ. അങ്ങാടി തീർച്ചയായും എന്താണ്? കാടിൻ്റെ മക്കൾ, പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചിരുന്ന മക്കൾ. തീർച്ചയായും എന്താണ്? വനഗ്രാമങ്ങൾ നാഗരികമാകുന്നതിൻ്റെ സൂചനയാണ് അല്ലേ. വനഗ്രാമങ്ങൾ ആ ഗ്രാമഭംഗി വിട്ടൊഴിഞ്ഞ്, തനിമ വിട്ടൊഴിഞ്ഞ് നാഗരികമാവുകയാണ്. അപ്പം നാഗരികതയുടെ പരിഷ്കാരത്തിൻ്റെ കടന്നുവരവുമായി നമുക്കതിനെ ചേർത്ത് വയ്ക്കാം. ഞാൻ ഓടിച്ചാടിക്കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. ഞാൻ ഇരുന്നിരുന്ന മരം അല്ലേ, താനിരുന്ന ആ മരം, താൻ ചാടി നടന്നിരുന്ന കല്ലുകൾ, അവയൊക്കെ എന്താണ്? ഇന്ന് നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഉപയോഗശൂന്യമാവുകയാണ്, തനിക്ക് അന്യമാവുകയാണ്. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. വഴുക്കൽ എന്ന് പറഞ്ഞാൽ തെന്നലാണ്, തെന്നുകയാണ് അല്ലേ. അപ്പം നമ്മളെന്താണ്? വഴുക്കലുണ്ട് എങ്കിൽ പാറയിൽ അല്ല എങ്കിൽ നാം ചവിട്ടി നടക്കുന്ന നിലത്തൊക്കെ വഴുക്കലുണ്ട് എങ്കിൽ തെന്നി വീഴും അല്ലേ. ഇവിടെ താൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ് എന്ന് പറയുമ്പോൾ കാട് ഇന്ന് ആവാസയോഗ്യമല്ലാതായി മാറുകയാണ്. ആ കാടിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സംസ്കാരവും അവരുടെ ജീവിത രീതിയുമെല്ലാം നഷ്ടപ്പെടുകയാണ്. അവരുടെ തനതായ, കാടിൻ്റെ മക്കളുടെ തനതായ ഒരു സംസ്കാരമുണ്ട്, അവർക്ക് അവരുടേതായ ഒരു തനിമയുണ്ട്, ഒരു ജീവിത രീതിയുണ്ട്. പക്ഷേ എന്താണ്? വനഗ്രാമങ്ങൾ നാഗരികമാവുകയും കാടിൻ്റെ മക്കൾക്ക് ആവാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്യുന്ന കാഴ്ച. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. 7 മലകൾ ചാടുക, 7 പുഴകൾ കടക്കുക. അപ്പം നമ്മൾ 7 കടലും കടക്കുക, 7-ാം കടലിനക്കരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ എന്താണ്? ഏട്ടക്കൂരി 7 മലകൾ ചാടി 7 പുഴകൾ കടന്നു, പക്ഷേ ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. അപ്പോൾ തീർച്ചയായും എന്താണ്? അവയുടെ കഠിന പരിശ്രമമാണ്, അതിജീവനത്തിനായുള്ള കഠിനമായ പരിശ്രമമാണ്. പക്ഷേ അവ എന്താണ്? തിരിച്ചിറങ്ങേണ്ടി വരിക. ഊത്തക്കാലത്തും രക്ഷയില്ല. ഊത്തക്കാലം, ഊത്ത പിടിക്കുക എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുതുമഴയിൽ ജലാശയങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കൂടെ ധാരാളം മത്സ്യങ്ങൾ ഒഴുകിപ്പോകാറുണ്ട് അല്ലേ. അവ എന്താണ്? പ്രജനന കാലം എന്നാണ് ഊത്തക്കാലം എന്ന് പറയുക അല്ലേ. അവ മുട്ടയിടുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് ഊത്തക്കാലം, പ്രജനന കാലമാണ്. ഊത്തക്കാലത്തും രക്ഷയില്ല. ഊത്തക്കാലം തീർച്ചയായും എന്താണ്? നമ്മൾ പലപ്പോഴും ട്രോളിംഗ് എന്നൊക്കെ കേൾക്കാറുണ്ടല്ലേ. കടലിൽ മത്സ്യം പിടിക്കുന്നതിന് കുറച്ചു കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇവിടെ ഊത്തക്കാലം, മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്രജനന കാലം എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്താണ്? സംരക്ഷിക്കപ്പെടേണ്ട കാലമാണ്. പക്ഷേ ഊത്തക്കാലത്ത് പോലും ഏട്ടക്കൂരിക്ക് രക്ഷയില്ല. അത് രക്ഷപ്പെടുന്നതിന് വേണ്ടി 7 മലകൾ ചാടി 7 പുഴകൾ കടന്നു. അപ്പോൾ എന്താണ്? അതിജീവനത്തിന് വേണ്ടി, അതിജീവനത്തിനായുള്ള കഠിന പരിശ്രമം. പക്ഷേ എന്താണ്? അവ പരാജയപ്പെടുകയാണ്. ഊത്തക്കാലത്ത് പോലും രക്ഷയില്ല. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്തക്കാലത്തും രക്ഷയില്ല.
ഗോത്ര കവിതകൾ, സുകുമാരൻ, ചാലി ഗദ്ദ. നമുക്കിനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം: കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക. കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ മനോഹരമായി നിരവധി പ്രകൃതി ബിംബങ്ങൾ കവിതയിൽ കാണാം. അവ ദൃശ്യബിംബങ്ങളായി വായനക്കാരൻ്റെ മനസ്സിൽ നിറയുന്നുമുണ്ട്. കവിതയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ദൃശ്യബിംബങ്ങൾ അല്ലെങ്കിൽ ദൃശ്യാത്മകമായി നമുക്ക് അനുഭവവേദ്യമാകുന്ന മനോഹരമായ പ്രകൃതി ബിംബങ്ങൾ. മീനുകൾ വീട്ടുതിണ്ണ കെട്ടുക, നമ്മളത് കണ്ടതാണ്. കവിതയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. എപ്പോഴാണ്? ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. അപ്പോൾ എന്താണ്? നീർക്കാക്കകളിൽ നിന്ന് രക്ഷ നേടുവാനായി പ്രതിരോധം തീർക്കുന്ന മീനുകളെയാണ് അവിടെ അവതരിപ്പിക്കുക. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. അപ്പോൾ വീട്ടുതിണ്ണ പോലെ പ്രതിരോധം തീർത്ത് അതിജീവനത്തിനായുള്ള അവയുടെ ശ്രമം നമുക്കവിടെ കണ്ടെത്തുവാനും പറ്റും. മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തിമീൻ എന്നൊരു പ്രയോഗം നമ്മൾ കവിതയിൽ കാണുന്നുണ്ട്. മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തിമീൻ. ഇപ്പോൾ കല്ലേമുട്ടിമീൻ തീർച്ചയായും എന്താണ്? വെള്ളത്തിനടിയിലൂടെ നല്ല തെളിനീരരുവിയിലൂടെ അടിയിൽ കല്ലിൽ മുട്ടി നിൽക്കുന്ന സുന്ദരമായ മീനുകളുടെ കാഴ്ച തീർച്ചയായും എന്താണ്? നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഒപ്പം തന്നെ എന്താണ്? പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. അപ്പോൾ സുന്ദരമായൊരു ദൃശ്യാനുഭവം ഈ വരികൾ നമുക്ക് നൽകുന്നുണ്ട്. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവ്, ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവ്. മറ്റൊന്നെന്താണ്? നരസിക്കു നര വീണു. ഇപ്പോൾ വാർദ്ധക്യം, നര, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ പുഴയെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും എന്താണ്? പുഴയുടെ അന്ത്യം, മരണം, അത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് അവിടെ അർത്ഥസാധ്യതകളായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പുഴ വെട്ടി നീന്തുന്ന വാള, കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരി. പുഴവെട്ടി നീന്തുന്ന വാള, കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരി. ഇങ്ങനെ കവിതയിൽ നിന്ന് നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. കവിതയിലെ ഗോത്രഭാഷാ പദങ്ങൾക്ക് തുല്യമായ പ്രാദേശിക പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. കവിതയിലെ ഗോത്രഭാഷാ പദങ്ങൾക്ക് ഗോത്രഭാഷാ പദം ഒപ്പം പ്രാദേശിക പദം എന്നിങ്ങനെ 2 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെ എന്താണ് ആദ്യമായി തന്നിരിക്കുന്നത്? കെത്തളു എന്ന പദമാണ്. ഏട്ടക്കൂരി എന്നാണ് അതിൻ്റെ പ്രാദേശിക പദം. ഗോത്രഭാഷാ പദമാണ് കെത്തളു. റാവുള ഭാഷയിൽ രചിക്കപ്പെട്ട കവിതയാണല്ലോ. അവരുടെ ഭാഷ, അടിയ വിഭാഗത്തിൻ്റെ ഭാഷയാണ് റാവുള ഭാഷ. ആ ഭാഷയിൽ ഏട്ടക്കൂരിക്ക് പറയുന്നത് കെത്തളു എന്നാണ്. രണ്ടാമത്തേത് കാണി എന്ന പദം. രക്ഷ എന്നാണ് അർത്ഥം. ഏവു എന്ന ഒരു പദം നൽകിയിട്ടുണ്ട്. 7 എന്നാണ് അതിൻ്റെ അർത്ഥം. പൂവേ, പുഴ. ഗുണ്ടില, കുഴിയിൽ. ഇങ്ങനെ എന്താണ്? നിരവധി ഗോത്രഭാഷാ പദങ്ങൾ കവിതാഭാഗത്ത് കണ്ടെത്തുവാനായിട്ട് പറ്റും. അവയുടെ പ്രാദേശിക പദങ്ങളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും. കെത്തളു, ഏട്ടക്കൂരി, കാണി, രക്ഷ, ഏവു, 7, പൂവേ, പുഴ, ഗുണ്ടില, കുഴിയിൽ. ഇങ്ങനെ നിരവധി ഗോത്രഭാഷാ പദങ്ങളും അവയുടെ പ്രാദേശിക പദങ്ങളും കവിതയിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് പറ്റും. മൂന്നാമത്തെ ചോദ്യം നോക്കുക. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. ചോര ജീവൻ്റെ ലക്ഷണമാണ് അല്ലേ? നമ്മുടെ ശരീരം മുറിഞ്ഞാൽ അല്ലെങ്കിൽ ജീവനുള്ള ഏതു ജീവിയുടെയും ശരീരം മുറിഞ്ഞാൽ എന്താണ്? ചോരയൊഴുകും. ഇവിടെ എന്താണ്? കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ എന്താണ്? ഉയർന്നു നിൽക്കുന്ന മലകൾ, ആ മലകളിൽ എന്താണ്? കണ്ണിട്ടിട്ടുണ്ട് എന്ന്, മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത് കാണുന്നുണ്ട്. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. ഭൂമിയിലെ അജൈവ വസ്തുക്കളെയും ജീവനുള്ളവയായി കണക്കാക്കുന്ന ഒരു സമത്വ ചിന്ത. ജീവനുള്ളവയ്ക്ക് മാത്രമല്ല, ഭൂമിയിലെ അജൈവ വസ്തുക്കൾക്കും ജീവനുള്ളവയായി കണക്കാക്കുന്നു. അത്തരത്തിൽ എന്താണ്? ജീവനുള്ളവയെന്നോ അല്ലെങ്കിൽ അജൈവ വസ്തുക്കളെന്നോ വേർതിരിവില്ലാതെ സമത്വ ചിന്ത ഈ കവിതയിൽ കടന്നു വരുന്നതായി കാണാം. ജീവനുള്ളവയുടെ, ജീവികളുടെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരം മുറിഞ്ഞാൽ ചോരയൊഴുകും. അതുപോലെ തന്നെ ഭൂമിയിൽ മലകൾക്കും ജീവനുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ വരികൾ നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പം നാഗരിക മനുഷ്യൻ്റെ കടന്നുകയറലിൽ കാടും മലയും പുഴയും ഗോത്ര സംസ്കൃതിയും എല്ലാം നഷ്ടമാകുന്നു എന്നുള്ളത് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്ന ഒരു അർത്ഥതലമാണ്. അപ്പോൾ അത്തരത്തിൽ സമത്വ ബോധത്തിൻ്റെ വിശാലതലങ്ങൾ ഈ കവിതയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും.
അടുത്ത ചോദ്യം എന്താണ്? 7 മലകൾ കടന്നിട്ടും 7 മലകൾ ചാടിയിട്ടും 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി, ഊത്തക്കാലത്തും രക്ഷയില്ല. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. അതിജീവനത്തിനായുള്ള, നിലനിൽപ്പിനായുള്ള കഠിന പരിശ്രമമാണ് ഇവിടെ കാണുക. ഊത്തക്കാലം മീനുകളുടെ പ്രജനന കാലമാണ്. പുതുമഴയിൽ എന്താണ്, മീനുകൾ മുട്ടയിടുകയും ഒപ്പം എന്താണ്, വംശം നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഊത്ത പിടിക്കുക എന്നത് ഒരു പ്രയോഗം തന്നെയാണ് അല്ലേ. പുതുമഴയിൽ ജലാശയങ്ങൾ നിറഞ്ഞു കവിയുമ്പോൾ മീനുകൾ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൽ എന്താണ് ഒഴുകിപ്പോകുന്നത്, അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ, വാസസ്ഥലങ്ങൾ തേടിപ്പോകുന്നത് കാണാം. ഇവിടെ എന്താണ്, ഊത്തക്കാലത്തും രക്ഷയില്ല. പ്രജനന കാലമാണ് ഊത്തക്കാലം എന്ന് പറയുക. സ്വാഭാവികമായും എന്താണ്, ഗോത്ര വംശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജനവിഭാഗങ്ങൾ, ഗോത്ര ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ചൂഷണം, അല്ലെങ്കിൽ എന്താണ്, ആദിവാസി സ്ത്രീകളൊക്കെ നേരിടുന്ന പോഷകാഹാരക്കുറവും ഒപ്പം എന്താണ്, ശിശുക്കളുടെ മരണവും, അത്തരത്തിൽ എന്താണ് പല കാര്യങ്ങൾ നമുക്ക് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുവാനായിട്ട് പറ്റും. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണ് ഈ കാവ്യഭാഗത്തുള്ളത്. തീർച്ചയായും എന്താണ്, അതിജീവനത്തിനായുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ ശ്രമം നമുക്ക് ഈ വരികളിൽ നിന്ന് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു. നരസിപ്പുഴയാണ് അല്ലേ. കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു. വരികളിലെ കാവ്യഭംഗിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം? വിവരിക്കുക. വരികളിലെ കാവ്യഭംഗിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ. അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനമാണ് ഈ വരികളെ ശ്രദ്ധേയമാക്കുന്നത്. അതോടൊപ്പം തന്നെ നരസിക്കു നര വീണു തുടങ്ങിയ എന്താണ് പ്രയോഗഭംഗിയും ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇത്തരത്തിൽ അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനവും പ്രയോഗഭംഗിയും കൊണ്ട് ഈ വരികൾ ഏറെ ശ്രദ്ധേയമാകുന്നു, ആസ്വാദ്യകരമാകുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റും.